നമസ്കാരം. സർവം മായ എന്ന സിനിമയെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സർവം മായ എന്ന ചിത്രം 5 ദിനങ്ങൾ കൊണ്ട് നേടിയ ബോക്സ് ഓഫീസ് കളക്ഷൻ ഞെട്ടിക്കുന്നതാണ്. ഇങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം സംഭവിക്കുന്ന ഒരു കാര്യമാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. കാരണം 5 ദിനങ്ങൾ കൊണ്ടൊക്കെ 50 കോടി നേടുക എന്നൊക്കെ പറഞ്ഞ നേട്ടം അത് അപൂർവം ചില സിനിമകൾക്ക് അങ്ങനെ സാധിച്ചിട്ടുള്ളൂ. നമുക്കറിയാം, തൊട്ടുമുമ്പ് 4 ദിവസങ്ങൾ കൊണ്ട് കളങ്കാവൽ എന്ന ചിത്രം അത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് റിലീസുകളിൽ പല ചിത്രങ്ങൾക്കും പറ്റാതിരുന്നൊരു നേട്ടമാണ് നിവിൻ പോളിയുടെ ഗംഭീര തിരിച്ചുവരവിലൂടെ. വെറുതെ അങ്ങനെ പറയുകയല്ല, ഇതെൻ്റെ കംബാക്ക് മൂമെൻ്റാന്നൊക്കെ പറയുന്ന ചില ആളുകളെ പോലെയല്ല. അദ്ദേഹത്തിൻ്റെ ആ കംബാക്ക് കറക്റ്റായിട്ടുള്ള കംബാക്കാണെന്ന്, കുടുംബങ്ങളെ ഏറ്റെടുത്ത കംബാക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ആ ചിത്രത്തിൻ്റെ തിയേറ്ററിലുള്ള പടയോട്ടം. തിയേറ്ററുകളിൽ എക്സ്ട്രാ ഷോകൾ കൊണ്ടുള്ളൊരു അയ്യര് കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്ക സിനിമാ തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോകൾ, അതും ലേറ്റ് നൈറ്റ് ഷോകൾ ആഡ് ചെയ്യുന്ന കാഴ്ച ഈ ഒരു വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ സ്ക്രീനുകൾ ലഭ്യമായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. സർവമായ അങ്ങനെ സർവകാല ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സിനിമയുടെ പേര് കേട്ടപ്പോൾ ആദ്യമൊന്നും ആരും ഇങ്ങനെ ഒരു ഹിറ്റ് സിനിമയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ചിത്രത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ചിത്രത്തിൻ്റെ ആ ഒരു കഥ, തിരക്കഥ, അതെല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ മേക്കിങ്ങിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ കയ്യടി അർഹിക്കുന്നത്. നിവിൻ പോളി എന്ന ആ ഒരു വിൻറ്റേജ് ലുക്കിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ, നമ്മൾ വിൻറ്റേജ് എന്ന് പറയാനായിട്ട് അദ്ദേഹം അത്ര പ്രായത്തിലേക്കൊന്നും കടന്നു പോയിട്ടുള്ള ആളൊന്നുമല്ല കേട്ടോ. പക്ഷേ എന്തായാലും അദ്ദേഹം ഒരു കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് തരാതിരുന്ന ആ നല്ല മൊമെൻറ്റ്സ് ഈ സിനിമയിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. കോമഡിയും സെൻറ്റിമെൻസും എല്ലാം വളരെ രസകരമായ രീതിയിൽ ഇതിൽ കോർത്തിണക്കിയിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചുവരവ് തന്നെയാണ് നിവിൻ പോളി ഈ ഒരു സിനിമയിലൂടെ നടത്തിയിരിക്കുന്നത്. സത്യൻ അന്തിക്കാടിൻ്റെ മകനായിട്ടുള്ള അഖിൽ സത്യൻ ആ ഒരു ലെഗസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ, സത്യൻ അന്തിക്കാട് എങ്ങനെയായിരുന്നു പണ്ട് സിനിമകൾ ചെയ്തിരുന്നത് അതേ പാറ്റേണിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ ഒരു പുതിയൊരു ശൈലി എന്ന് പറഞ്ഞാൽ അതിലൊരു ഹൊററും അതുപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് അല്ലാത്ത ഒരു ഫാൻറ്റസിയുടെ ചെറിയ എലമെൻസൊക്കെ ചേർത്തിട്ടാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ആ സിനിമ നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. കൂടുതലത് സ്പോയിലേഴ്സിലേക്ക് പോകുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. നിങ്ങൾ ഫാമിലിയായിട്ട് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ, വൃത്തികേടുകളില്ലാത്ത, ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം കുറേ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ വരുന്ന സിനിമകളൊക്കെ വന്നിരുന്നു. പക്ഷേ ആ സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ നിങ്ങൾ ഫാമിലിയായിട്ട് പോയി കൈയടിച്ച് ചിരിച്ച് അല്പം സന്തോഷത്തോടെ ഒരു ഫീൽ ഗുഡ് മൂവ്മെൻറ്റ് നമ്മുടെ മനസ്സിൽ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഫീൽ ഗുഡ് ഫീലിംഗ് നൽകിക്കൊണ്ട് ഇറങ്ങി വരാൻ പറ്റുന്ന, ധൈര്യമായിട്ട് പോയി കണ്ട് ധൈര്യമായിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന, സന്തോഷിച്ച് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ് സർവമായ. അങ്ങനെ 50 കോടി നേട്ടം ചിത്രം കൈവരിച്ചിരിക്കുകയാണ്. അണിയറ പ്രവർത്തകർക്കും നിവിൻ പോളിക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. അങ്കമാലി ഡയറി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. കണ്ടവർ അഭിപ്രായം പറയുക.